ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് പീക്കോസ്കോപ്പിനെ കുറിച്ചാണ്. പീക്കോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഓസിലോസ്കോപ്പിൻ്റെ പുതിയ വേർഷനാണ്. വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഈ ഒരു പീക്കോസ്കോപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുകയെന്നും അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് പീക്കോസ്കോപ്പിൻ്റെ ഹോം സ്ക്രീൻ. ഇതിൽ ഒരു സിഗ്നൽ നമുക്ക് കാണാം. ഒരു പൾസാണ് ഈ കാണുന്നത്. ഈ പൾസിനെ നമുക്ക് റൺ ചെയ്യിക്കാം. ഈ ഒരു സിഗ്നൽ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിഗ്നൽ ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിഗ്നൽ നമ്മൾ ഇപ്പോൾ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് ഹോം സ്ക്രീനിൽ. ഈ ഒരു യെല്ലോ ഡോട്ട് ഉപയോഗിച്ചിട്ട് ഈ ഡോട്ട് നമുക്ക് ഈ സ്ക്രീനിൻ്റെ താഴെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതതിൻ്റെ വോൾട്ടേജ് റീഡിങ്സാണ്, ആ സിഗ്നലിൻ്റെ റേഞ്ച് റീഡിങ്സ്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. റൺ ചെയ്യിക്കാനോ ഇതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. ഈ ഒരു സിഗ്നൽ നമ്മൾ റൺ ചെയ്യിക്കാൻ പോവാണ്. ഈ സിഗ്നൽ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ് വെരി ഫാസ്റ്റായിട്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്ചർ അവിടെ എടുത്തിന് 66 ക്യാപ്ചറാണ് നമ്മൾ സെറ്റ് ചെയ്ത്. ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിഗ്നലിനെ 66 ഫോട്ടോ നമ്മൾ എടുത്തിന്. ഈ ഓരോ ക്യാപ്ചറും നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നോക്കാൻ പറ്റും. ഇതിൽ ഈ പൾസിൽ എവിടെയെങ്കിലും വേരിയേഷൻ ഉണ്ടോ, ഈ പൾസിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് ഒക്കെ നമുക്ക് സൂം ചെയ്തിട്ടൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു പൾസാണ്. ഈ പൾസിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് ഒക്കെ നമുക്ക് കറക്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പൾസ് വളരെ വെരി ഫാസ്റ്റായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു സിഗ്നലാണ്. ഓരോ സെൻസറിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിഗ്നലായിരിക്കും ഉണ്ടാവുക. ഇതിന് 4 ചാനലുള്ള ഈ ഒരു പീക്കോസ്കോപ്പിന് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 4 ചാനൽ വരുന്നുണ്ട്. 4 ചാനലിനും വ്യത്യസ്ത ടൈപ്പ് കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ചാനൽ എക്ക് ബ്ലൂ കളറാണ് വരുന്നത്. ഓരോ ചാനലും നമുക്ക് സെപ്പറേറ്റ് അതിൻ്റെ വോൾട്ടേജ് സെലക്ട് ചെയ്യാൻ പറ്റും. 100 വോൾട്ടാണ് മാക്സിമം. ഓരോ ചാനലിലും നമുക്ക് സെപ്പറേറ്റ് അതിൻ്റെ വോൾട്ടേജ് സെലക്ട് ചെയ്യാം. ഓരോ ചാനലിലും നമുക്ക് അതിൻ്റെ പ്രോബ് കിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം ഡിഫറൻ്റായിട്ട്. പ്രോബ് എന്ന് പറയുമ്പോൾ ഈ പീക്കോസ്കോപ്പിൻ്റെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യുന്ന കേബിളുകളെ പേരാണ് ഈ കാണുന്നത്. കേബിളിൻ്റെ കോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. പ്രോബ് കിറ്റ് എന്നും പറയും ഇതിന്. ഇതിൽ കറണ്ട് ക്ലാമ്പ്, 60 ആംസിൻ്റെ ക്ലാമ്പ്, 2000 ആംസിൻ്റെ ക്ലാമ്പ്, ഇങ്ങനെ ഓരോ ക്ലാമ്പുകൾ, കംപ്രഷൻ ടെസ്റ്റ് ചെയ്യാനുള്ള അഡാപ്റ്റർ, ഈ ഇത്രയും ടൈപ്പ് അക്സസറീസ് വരുന്നുണ്ട് ഇതിൽ. ഈ ഒരു ടൂൾ കിറ്റിൽ ഇങ്ങനെ ഓരോ ചാനലിലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഓരോ ചാനലിലും നമുക്ക് ഓരോ സെൻസർ കണക്ട് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്പ് സെൻസറുകളും വോൾട്ടേജുകളും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും സെയിം സ്ക്രീനിൽ. ഇത് ചാനൽ ബി ആണ്. ഈ ബിയിൽ നമുക്ക് എയിലുള്ള അതേപോലെ തന്നെ ബിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏതാ വേണ്ടത് വെച്ചാൽ. ഇപ്പോൾ നമ്മൾ ചാനൽ ബി ഓൺ ചെയ്യാൻ പോവാണ്. ചാനൽ ബിയിൽ റെഡ് കളറാണ് വരുന്നത്. ആ ഒരു റെഡ് സിഗ്നൽ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ കാണുന്ന റെഡ് ലൈന് ചാനൽ ബി ആണ്. ഇപ്പോൾ 2 ചാനലാണ് ഇതിൽ ഓണായിരിക്കുന്നത് ഈ ഒരു സ്ക്രീനിൽ. ടോട്ടൽ 4 ചാനലുണ്ട്. 3ാമത്തെ ചാനൽ നമ്മൾ ഓൺ ചെയ്യാൻ പോവുകയാണ്. വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടൂളാണിത്. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സിഗ്നലുകളും നമുക്ക് ഇതിൽ കറക്റ്റ് നിരീക്ഷിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ക്യാൻ നെറ്റ്വർക്ക്, ഫ്ലക്സർ നെറ്റ്വർക്ക്, ഒരുപാട് നെറ്റ്വർക്ക് ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് സെൻസറുകൾ, എല്ലാ ടൈപ്പ് സെൻസറുകളും നമുക്ക് ഈ ഒരു പീക്കോസ്കോപ്പ് വഴി ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പീക്കോസ്കോപ്പിൽ തന്നെ നമുക്ക്
പല ടൈപ്പ് സെൻസറുകളെ റീഡിങ്ങുകൾ അവർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓരോ മാനുഫാക്ചർക്കും വേണ്ടിയിട്ട് അവർ അവരുടേതായ റെക്കമെൻഡിൽ വരുന്ന പീക്കോസ്കോപ്പ് സോഫ്റ്റ്വെയർ അവർ മേക്ക് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ബെൻസിൻ്റെതായ സോഫ്റ്റ്വെയർ അവരുണ്ടാക്കുന്നുണ്ട് പീക്കോസ്കോപ്പ് കമ്പനി. മസറാത്തിൻ്റെതായ സോഫ്റ്റ്വെയർ അവരുണ്ടാക്കുന്നുണ്ട് പീക്കോസ്കോപ്പ്. ഇവിടെ ഒരുപാട് ടെസ്റ്റുകൾ നമുക്കിവിടെ കാണാം. വാക്വം സെൻസർ, ABS സെൻസറിൻ്റെ ടെസ്റ്റ്, ഇതിൻ്റെയൊക്കെ നല്ല സെൻസറിൻ്റെ റീഡിങ്ങുകൾ നമുക്ക് ഇതിൽ തന്നെ കാണാം. ഇഗ്നീഷനിൽ ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ കമ്മ്യൂണിക്കേഷനിൽ ഹൈ, ലോ, ഫ്ലക്സർ നെറ്റ്വർക്ക്, ലൈന്, ലിൻബസൊക്കെ നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഓരോ നെറ്റ്വർക്കിൻ്റെയും സിഗ്നൽ നമുക്ക് കറക്റ്റിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ മോട്ടോർ സൈക്കിളിൻ്റെ ചില ടെസ്റ്റുകളിൽ വരുന്നുണ്ട്. ഇവിടെ പീക്കോസ്കോപ്പിൻ്റെ ഒരുപാട് സ്ക്രീനിൻ്റെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ ഈ സിഗ്നൽ ഫാസ്റ്റായി മൂവ് ചെയ്യുന്ന സിഗ്നലിനെ നമുക്ക് കറക്റ്റ് ഈ സ്ക്രീനിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ സെറ്റിങ്സുകളാണിത്. കുറേ വോൾട്ടേജ് വേരിയേഷനും ടൈമിൻ്റെ സെറ്റിങ്സൊക്കെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചില സിഗ്നലുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ്, മില്ലി സെക്കൻഡ്. സോ അത്ര ഫാസ്റ്റായിട്ട് പോകുന്ന സിഗ്നലിനുകളെ നമുക്കിതിൽ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കറക്റ്റ് ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസാണ് ഈ കാണുന്നത്. അതേപോലെ ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. കംപ്രഷൻ ടെസ്റ്റ്, സ്ക്രീനിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ മൾട്ടിപ്പിൾ സ്ക്രീന്, ഈ ഒരു സിഗ്നലിനെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഓരോ സിഗ്നലിനെ നമ്മൾക്ക് നിരീക്ഷിക്കാനും ഇതിനൊക്കെ ഓപ്ഷൻ ഉണ്ട് ഇതിൽ. ഡ്യൂപ്ലിക്കേറ്റ് ഈ ഒരു സിഗ്നലിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഒരു സിഗ്നലിൻ്റെ ഇതിപ്പോൾ പോസിറ്റീവ്, ഈ പീക്ക് വരുന്നത് അപ്പ് സൈഡിലേക്കാണ്. നമ്മളിത് നെഗറ്റീവ് സൈഡിലേക്ക് പീക്ക് വരുന്നൊരു സിഗ്നലിൽ ക്രിയേറ്റ് ചെയ്യാണ്. ഡ്യൂപ്ലിക്കേറ്റ് സിഗ്നൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു സ്ക്രീനിൽ. ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സിഗ്നൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. ഫസ്റ്റ് സിഗ്നലിൻ്റെ പീക്ക് മേലേക്കാണ്, സെക്കൻഡ് സിഗ്നലിൻ്റെ പീക്ക് താഴേക്കാണ് വരുന്നത്. ഇതാണ് ആ സിഗ്നൽ, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തൊരു സിഗ്നൽ. ഇനി നമുക്ക് മൾട്ടിപ്പിൾ സ്ക്രീനുകൾ ചെയ്യാൻ പറ്റും. ഒരു സിഗ്നൽ തന്നെ ഈ ഒരു സിഗ്നലിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നിൽ കൂടുതൽ സിഗ്നലായിട്ട് കാണാൻ പറ്റും. ഇവിടെയാണ് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആഡ് സ്ക്രീനാണ്. ആഡ് വ്യൂവിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് വ്യൂ ഇതിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ട് സ്ക്രീനായി. രണ്ട് സ്ക്രീനിലും സെയിം സിഗ്നലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ വേർഷൻ നമുക്ക് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. പീക്കോസ്കോപ്പിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആണ് ഗൂഗിളിൽ, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ഡെമോ വേർഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ഈ സിഗ്നൽ റൺ ചെയ്യുന്നതിൻ്റെ കുറേ ഓപ്ഷൻസുകൾ വരുന്നുണ്ട്. ട്രിഗർ, റിപ്പീറ്റ് ഓട്ടോ. ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിഗ്നലിനെ നമ്മൾ സ്ക്രീനിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു സിഗ്നൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിഗ്നലാണ്. ആ ഒരു യെല്ലോ ഡോട്ടിൽ ആ സിഗ്നൽ അവിടെ സ്റ്റോപ്പായി കാണിക്കുകയാണ്. ആ യെല്ലോ ഡോട്ട് ചേഞ്ച് ചെയ്തതനുസരിച്ചിട്ട് സിഗ്നൽ മാറും. സിഗ്നലിൻ്റെ ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സെൻസറുകളെ പറ്റി നമുക്ക് നോക്കാം. ഇതിലൊരുപാട് സെൻസറുകൾ കാണിക്കുന്നുണ്ട്, നെറ്റ്വർക്കുകൾ കാണിക്കുന്നുണ്ട്. ഫ്ലെക്സർ നെറ്റ്വർക്കാണ് ഇപ്പോൾ എടുത്തത് നമ്മൾ. ഫ്ലെക്സർ എന്ന് പറയുമ്പോൾ മോഡേണായിട്ട് ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. ബെൻസിൽ, BMW ഒരുവിധ വാഹനങ്ങളിലൊക്കെ, ലക്ഷറി ആയിട്ട് വരുന്ന വാഹനങ്ങളിലൊക്കെ ഈ ഒരു നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. പവർ ട്രെയിനാണ് ഈ നെറ്റ്വർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വെരി ഫാസ്റ്റാണ് ഇതിൻ്റെ സിഗ്നൽസ്. സോ ഈ സിഗ്നലിനെ ട്രേസ് ചെയ്യാൻ വെരി ഡിഫിക്കൽട്ടാണ്. പീക്കോസ്കോപ്പ് ഇല്ലാതെ ഈ ഒരു സിഗ്നൽ ചെക്ക് ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഇതിൻ്റെ സിഗ്നൽ. ഇങ്ങനെയാണ് ഈ ഒരു സിഗ്നലിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. ഈ സിഗ്നലിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വാഹനം എന്താ പറയുക, വെഹിക്കിൾ സ്റ്റാർട്ടാകാതെ വരിക, കമ്മ്യൂണിക്കേഷൻ റേഞ്ചിലേറ്റ് വരിക, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ പീക്കോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഈ നെറ്റ്വർക്ക് കറക്റ്റാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീക്കോസ്കോപ്പ് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു ഫ്ലെക്സർ നെറ്റ്വർക്കിൻ്റെ സിഗ്നലാണ് ഈ കാണുന്നത്. പെർഫെക്റ്റ്. ഇപ്പോൾ എന്തെങ്കിലും ഫാൾട്ട്, വയർ ഷോർട്ടോ അല്ലെങ്കിൽ വയർ കട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഈ സിഗ്നലിന് വ്യത്യാസം വരും. ഈ സിഗ്നലിൻ്റെ വിഡ്ത്ത്, ഹൈറ്റൊക്കെ ചിലപ്പോൾ ചേഞ്ച് ആവും. ഷോർട്ട് പവറൊക്കെ ആണെങ്കിൽ ഈ സിഗ്നലിൻ്റെ വോൾട്ടേജ് 12 വോൾട്ടൊക്കെ വരും. നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഈ പീക്കോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മാക്സിമം വോൾട്ടേജ് എത്ര, ലോവസ്റ്റ് വോൾട്ടേജ് എത്ര നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് മാക്സിമം 2.8 വോൾട്ടാണ് വരുന്നത്. ഇനി മിനിമം എത്ര വോൾട്ടേജ് ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓരോ സിഗ്നലും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. സിഗ്നലിൻ്റെ ഈ വോൾട്ടേജ് മിനിമം വരുന്ന വോൾട്ടേജ് 2 വോൾട്ടാണ് വരുന്നത്. ഇതാണ് ഫ്ലെക്സർ നെറ്റ്വർക്ക്. അടുത്ത് നമ്മൾ നോക്കുന്നത് ആൾട്ടർനേറ്റർ റിപ്പിൾ ടെസ്റ്റാണ്. ഒരു നല്ലൊരു ആൾട്ടർനേറ്ററിൻ്റെ റിപ്പിൾ ടെസ്റ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ റീഡിംഗ് ആണ് ഈ കാണുന്നത്. റിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റർ അതിൻ്റെ ഉള്ളിൽ ഡയോഡുണ്ട്. ഡയോഡിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്കാവുന്ന AC വോൾട്ടേജ് ബാറ്ററിയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ബാറ്ററിയിലേക്ക് വരുന്ന AC വോൾട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ആൾട്ടർനേറ്ററിന് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് വെരി മില്ലി വോൾട്ടാണ്. ആ ഒരു മില്ലി വോൾട്ടിൻ്റെ റീഡിങ് അവിടെ കാണുന്നത്. വെരി മൈനറായിട്ടുള്ള ഒരു വോൾട്ടേജ് അവിടെ കാണിക്കുന്നത്. ഈ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ ആൾട്ടർനേറ്ററിൻ്റെ ഡയോഡ് ഫാൾട്ടാണ്. ഇതാണ് നമ്മളെ പീക്കോസ്കോപ്പിൻ്റെ മൊഡ്യൂള്. പീക്കോസ്കോപ്പിൻ്റെ കിറ്റിൻ്റെ അപ്പുറം ഇതിൻ്റെ സോഫ്റ്റ്വെയർ, പിന്നെ ഈ ഒരു മൊഡ്യൂള്, പിന്നെ ഇതിൻ്റെ അക്സസറീസ്, ഇങ്ങനെയുള്ള ഒരു യൂണിറ്റായിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇതാണ് പീക്കോസ്കോപ്പിൻ്റെ മൊഡ്യൂൾ. ഇതിൽ 4 ചാനലുള്ളത്. ചാനൽ A, ചാനൽ B, C, D എന്ന് പറഞ്ഞിട്ട് 4 കളർ കോഡുണ്ട്. സ്ക്രീനിൽ കണ്ട പോലെ തന്നെയുള്ള കളർ കോഡ് ഈ ഒരു മൊഡ്യൂളിലും വരുന്നുണ്ട്. ഇത് USB കണക്ട് ചെയ്യാനുള്ളതാണ്. USB കേബിള് കമ്പ്യൂട്ടറായിട്ട് ബന്ധിപ്പിക്കാനുള്ള പോർട്ടാണ്. ഈ ഒരു പോർട്ടലാണ് നമ്മൾ ഈ പ്രോബ് കിറ്റ്, ക്ലാം മീറ്റർ ഇതൊക്കെ കണക്ട് ചെയ്യുന്നത്. ഇതൊരു പ്രോബ് കിറ്റാണ്. ഇതൊരു പ്രോബ് കേബിളാണിത്.
ഡയഗ്നോസ് ചെയ്യാനുള്ള സെൻസറിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു എഡ്ജിൽ നമ്മൾ ഗ്രൗണ്ട് പോസിറ്റീവാണ് നമ്മൾ ഈ സെൻസർ വോൾട്ടേജ് പിന്നിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇത് ബ്ലൂ കളറാണ്. ഇതേപോലെ 4 കളറ് ഉണ്ട് ടോട്ടൽ. ഈ കാണുന്ന റെഡ് പ്രോബാണ്. അതിൽ ഒരു ഗ്രൗണ്ട് ഒരു പോസിറ്റീവ് ഉണ്ട്. ഗ്രൗണ്ട് ഓൾവേസ് ഗ്രൗണ്ടായിരിക്കും. പോസിറ്റീവ് പ്രോബ് മാത്രമാണ് ഈ സെൻസിങ് വോൾട്ടേജ് കേബിളിൽ നമ്മൾ കണക്ട് ചെയ്യാം. അത് കൂടാതെ ഈ കേബിളുകൾ കൂടാതെ നമുക്ക് ക്ലാമ്പ് മീറ്റർ വരുന്നുണ്ട്. 20 amps 60 amps ക്ലാമ്പ് മീറ്റർ. അത് പിന്നെ വരുന്നത് 2000 amps വലിയ ക്ലാമ്പ് മീറ്റർ വരുന്നുണ്ട്. വലിയ ക്ലാമ്പ് മീറ്റർ ഉപയോഗിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ സർക്യൂട്ടിലേക്കാണ് ഈ വലിയ ക്ലാമ്പ് മീറ്റർ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇഗ്നീഷൻ കോയിലിൻ്റെ ഹൈ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ്. ഇത് നമുക്ക് പീക്കോസ്കോപ്പ് ആയിട്ട് കണക്ട് ചെയ്യുക കേബിൾ വഴി. ഈ ഒരു ഡിവൈസ് ഇഗ്നീഷൻ കോയിലിൻ്റെ ഹൈ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന ഡിവൈസാണ്. എൻജിൻ റണ്ണിങ്ങിൽ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് പീക്കോസ്കോപ്പ് ഓൺ ചെയ്ത് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ ഇഗ്നീഷൻ കോയിലിൻ്റെയും വോൾട്ടേജ് നമുക്ക് ലൈവായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇഗ്നീഷൻ കോയിലിൻ്റെ ടോപ്പിലാണ് ഈ ഒരു ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതൊരു ഇഗ്നീഷൻ കോയിലാണ്. ഈ ഇഗ്നീഷൻ കോയിലിൻ്റെ ഹെഡ് ലൈറ്റ് നമുക്ക് ഈ ഒരു ഡിവൈസ് വെറുതെ വെച്ചാൽ മതി, അത് സെൻസ് ചെയ്യും. ലൈവായിട്ട് നമുക്ക് മിസ് ഫയർ, ഇഗ്നീഷൻ കോയിലിൻ്റെ ഔട്ട് വോൾട്ടേജ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വേറെയും കുറേ ഓപ്ഷൻ ഉണ്ട് ഈ ഒരു പീക്കോസ്കോപ്പിൽ. ഇൻടേക്ക് മാനിഫോൾഡ് സെൻസറുകൾ, പ്രഷർ ചെക്ക് ചെയ്യാനുള്ളത്, എക്സോസ്റ്റ് ടെയിൽ പൈപ്പ് ബാക്ക് പ്രഷർ ചെക്ക് ചെയ്യാൻ പറ്റും. എക്സോസ്റ്റിൽ വരുന്ന വാൽവിന് വല്ല കംപ്ലൈൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. സിലിണ്ടറിലെ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കംപ്രഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ഡ്യൂസർ നമ്മൾ സെപ്പറേറ്റ് ഈ ഒരു ലൈനിൽ ആഡ് ചെയ്യണം. ഇതാണ് കംപ്രഷൻ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. ഇത് ബാറിലാണ് കാണിക്കുന്നത്. കംപ്രഷൻ ബാറിലാണ് മെഷർ ചെയ്യുക. പിന്നെ വരുന്നത് എയർ ഫ്ലോ മീറ്ററാണ്. എയർ ഫ്ലോ മീറ്റർ 4 ടൈപ്പ് വരുന്നുണ്ട്. നമ്മൾ ഡിജിറ്റലാണ് നോക്കുന്നത്. ഹോട്ട് വയർ സെൻസർ നമ്മൾ നോക്കാൻ പോകുന്നത്. ഹോട്ട് വയർ MAF സെൻസർ നമുക്ക് ചെക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഒരു നല്ല MAF സെൻസറിൻ്റെ റീഡിംഗ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0.5 വോൾട്ടിൽ സ്റ്റാർട്ട്. 0.5 എന്ന് പറയുമ്പോൾ ഐഡിൽ MAF സെൻസറിൻ്റെ റീഡിങ് 0.5 സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ റീഡിങ് കൂടുകയാണ്. ഇതിൻ്റെ വോൾട്ടേജ് കൂടുന്നത് നമുക്ക് കാണാം അവിടെ. പിന്നീട് ആക്സിലറേഷൻ റെഡ്യൂസ് ആകുമ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് കുറഞ്ഞു വരുന്നത് കാണാം.